ഇസ്ലാമിൽ നേർച്ച എന്താണ്, അതേപോലെ തന്നെ നല്ല നേർച്ച എങ്ങനെയാണ്, പാടില്ലാത്ത നേർച്ച എന്താണ്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് വാജിബല്ലാത്ത ഇൽസാമു മാലം യൽസം, അതായത് ഒരാൾക്ക് നിർബന്ധമല്ലാത്ത വാജിബല്ലാത്തൊരു കാര്യത്തെ അയാൾ സ്വയം തൻ്റെ മേൽ അള്ളാഹുവിന് ഞാൻ ആ കാര്യത്തെ നേർച്ചയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമാക്കുന്നതിനാണ് എന്തു പറയുക, നേർച്ച എന്ന് പറയുക. അല്ലാതെ നാട്ടിലുള്ള പോലെ ഈ എന്താ പറയുക, മഖ്ബറകളിൽ അല്ലെങ്കിൽ ജാറത്തിലോ മറ്റൊക്കെ നടക്കണ ഉത്സവം നേർച്ച എന്ന് പറയാറുണ്ട്. ആ നേർച്ച അല്ല, അത് ഇതായിട്ട് ഒരു ബന്ധമില്ല. അതിന് ഇസ്ലാമായിട്ട് തന്നെ ബന്ധമില്ല, പിന്നല്ല നേർച്ചയായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ നേർച്ച പറഞ്ഞാൽ നെതിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹ്ക്കും വേണ്ടി ഒരു സൽക്കർമ്മം, നിർബന്ധമല്ലാത്തൊരു സൽക്കർമ്മം നേർച്ചയാക്കാം. അതിനോട് അനുബന്ധമായിട്ട് വന്ന ചോദ്യം എന്താ വെച്ചാൽ, ഒരാൾ തൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നേർച്ചയാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, അത്തരം നെദറുകൾ ലാ യഅതി ബിഖൈരിൻ, അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു നന്മയും കൊണ്ടുവരികയില്ല. ഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, മറിച്ച് പിശുക്കനായ ഒരാൾ ദാനം കൊടുക്കാനുള്ള ഒരു കാരണമായി അത് മാറുന്നു മാത്രം. അപ്പം എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ കൊടുക്കും, മക്കളെ ലഭിച്ചാൽ ഞാൻ ഇത്ര സ്വതക്ക ചെയ്യും, അതേപോലെ തന്നെ എനിക്ക് ഇന്ന കാര്യം നടന്ന, രോഗം മാറിയാൽ ഞാൻ ദാനം ചെയ്യും. അത്തരം നേർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, നല്ല നേർച്ച അല്ല. പക്ഷെ ഒരാൾ പറഞ്ഞാൽ ചെയ്യും വേണം. അതെന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട നല്ല നേർച്ച അല്ല. നല്ല നേർച്ച അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേർച്ച. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾ പറഞ്ഞ വാക്ക് അയാൾ എന്ത് ചെയ്യണം, പാലിക്കണം, അത്രമാത്രം. അതായത് അങ്ങനെ പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് ജോലി കിട്ടേ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് കുട്ടീനെ കിട്ടുകയൊന്നും ഉണ്ടാവുന്ന സംഭവമല്ല. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. പക്ഷെ പിശുക്കനായ ഒരാൾ, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ധനം ദാനമായിട്ട് പോകാനുള്ളൊരു കാരണമായി അത് മാറൂ എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാരൊക്കെ അത് പാടില്ല എന്നും, അങ്ങനെ നേരാൻ പാടില്ല, നേർന്നാൽ അയാളത് ആ ദാനം അയാൾ പാലിക്കണം, പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നേർച്ച നേരാൻ പാടില്ല എന്ന് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എനിവേ, എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ലാത്തൊരു കാര്യം നിരുപാധികം അയാൾ ഉപാധി വെക്കാതെ അൺകണ്ടീഷണലി ഒരാൾ അള്ളാഹ്ക്ക് നേർച്ചയാക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരാൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ നോൽക്കൽ നിർബന്ധമായി. പക്ഷെ അതെന്താണ്, നിരുപാധികളുടെ നേർച്ചയാണ്. അയാൾ ഉപാധിയോ കണ്ടീഷനോ ഒന്നും വെച്ചിട്ടില്ല. അയാൾക്ക് ഇന്നത് പടച്ചോൻ കൊടുത്താലേ അയാൾ നോമ്പ് എടുക്കുള്ളൂ, അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് പ്രതിഫലം ലഭിക്കുന്ന നേർച്ചയാണ്. അതാണ് യൂഫൂന ബിന്നദിരി. സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ യൂഫൂന ബിന്നദിരി, തങ്ങളുടെ നേർച്ചകൾ പാലിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൽക്കർമ്മം, നിരുപാധിക ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കർമ്മം അള്ളാഹ്ക്കും വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുക, ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുകയും ശപഥം ചെയ്യുകയും ചെയ്യുന്നതിനാണ് സാങ്കേതിക പദം അനുസരിച്ചിട്ട് നേർച്ച എന്ന് പറയാൻ, നെദർ എന്ന് പറയാം. അത് പറഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യലെന്തായി, നിർബന്ധമായി. പക്ഷെ അത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ കണ്ടീഷൻ വെക്കരുത്. അതായത് എനിക്കങ്ങനെ ഞാൻ നേർച്ച ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്ന കിട്ടണം. കാരണം ആരോടാണ് ഒരു പടച്ചവനോടൊരു അദബില്ലേ, ആരോടാണ് ഈ കണ്ടീഷൻ വെക്കുന്നത്, ഷർത്ത് വെക്കുന്നത്? പടച്ചവനോടൊരു ഷർത്ത് വെക്കും, എനിക്ക് തന്നാൽ ഞാൻ ഇത് ചെയ്യാം. അത് ഈ കുട്ടികളൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യുന്ന ഒരിതാണ്. പക്ഷേ ഈ പടച്ച റബ്ബിനോട് അങ്ങനെ ഒരാൾ കണ്ടീഷൻ വെക്കുക എന്നുള്ളത് അദബ് കേടാണ്. എന്നാൽ അങ്ങനെ അൺകണ്ടീഷണലായി നിരുപാധികമുള്ള ഉപാധികളില്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ, നേർച്ച ചെയ്യാം. എന്നാൽ അങ്ങനെ ചെയ്യുന്ന നേർച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാവണം. ഒരാൾ ഞാൻ രാത്രി ഉറങ്ങാതെ നിന്നിട്ട് 1000 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വയം ഇടങ്ങേറാക്കുക എന്നല്ലാതെ അയാളൊരു പടച്ചോനൊരു ഇബാദത്ത് നല്ലൽക്ക് നിർവഹിക്കുക എന്നതിന് പറയില്ല. അപ്പം ഞാൻ കുറേ കിടന്ന് ഇടങ്ങേറാവുക എന്നുള്ളതല്ല അതിൻ്റെ ഒന്നും ഉദ്ദേശം. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പം തനിക്ക് നിർവഹിക്കാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതോ അല്ലെങ്കിൽ നിർവഹിക്കാൻ സാധിക്കാത്തതോ ആയ കാര്യങ്ങൾ നേർച്ചാക്കുക, എന്നിട്ട് പിന്നെ പാലിക്കാതിരിക്കുക, അത് ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരാൾ എന്താക്കാൻ പാടുള്ളൂ,
നേർച്ചയാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആരാണ് അയാളെ മേലെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളോട് അയാൾക്ക് ആരും നിർബന്ധമാക്കിയിട്ടില്ലല്ലോ, പടച്ചോ നിർബന്ധമാക്കിയിട്ടില്ല. അപ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, കുതിറത്തില്ലാത്തൊരു കാര്യം അയാൾ സ്വയം തൻ്റെ മേൽ നിർബന്ധമാക്കണോ? ആക്കണ്ട. ആക്കണത് ശരിയില്ല, എന്നിട്ട് ആക്കിയിട്ട് പിന്നെ ചെയ്യാതിരിക്കണത് അത്രയും ശരിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട നിയമമാണ് എന്നർത്ഥം.